പാരഗ്വായോട് പരാജയപ്പെട്ട് പ്രീ ക്വാർട്ടർ പോലും കാണാതെ ലോകകപ്പിൽ നിന്നും ജർമ്മനി പുറത്തായതിനു പിന്നാലെ ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ മാനുവൽ ന്യൂയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2024 ഓഗസ്റ്റിൽ ദേശീയ ടീമിൽ നിന്നും വിരമിക്കുന്നതായി നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ലോകകപ്പ് സ്ക്വാഡിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയായിരുന്നു. എന്നാൽ ലോകകപ്പിലെ നിരാശാജനകമായ പ്രകടനത്തിന് പിന്നാലെ താരം തന്റെ വിരമിക്കൽ തീരുമാനം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 2014 ജർമ്മനി ലോകകിരീടം ചൂടിയപ്പോൾ നിർണായക സാന്നിധ്യമായിരുന്ന ന്യൂയർ തന്റെ കരിയറിലെ 5ാമത്തെ ലോകകപ്പിലാണ് ഇത്തവണ പങ്കെടുത്തത്. ഈ മത്സരത്തോടെ ലോകകപ്പിലെ തന്റെ 23ാമത്തെ മത്സരവും അദ്ദേഹം പൂർത്തിയാക്കി. നേരത്തെ 2024 യൂറോകപ്പ് ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റതിനു പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചെങ്കിലും ലോകകപ്പ് ലക്ഷ്യമിട്ട് ആ തീരുമാനം പിൻവലിച്ച് അദ്ദേഹം ടീമിലേക്ക് മടങ്ങുകയായിരുന്നു. ഗോൾ പോസ്റ്റിന് പുറത്തിറങ്ങി പന്ത് തട്ടിയകറ്റുന്ന സ്വീപ്പർ കീപ്പർ ശൈലിയിലൂടെ ഫുട്ബോൾ ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ന്യൂയർ. ഇത്തവണത്തെ ലോകകപ്പിൽ ജർമ്മനിയുടെ പ്രകടനം വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2014 കിരീട നേട്ടത്തിനുശേഷം തുടർച്ചയായി 3 ലോകകപ്പുകളിലാണ് ജർമ്മനി പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ജർമ്മനി ഒരു ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.